കാർ എടുത്ത് വെളിയിട്ട് എന്തിനാ ചോദിനാ? മഴ പെയ്യോ ഇപ്പൊ അവിടെ എന്തിനേർക്കാ ഈ മഴയത്ത് ഈ കായ നിർത്ത് വലിയിട്ടാണ് നനയാൻ വേണ്ടി. അത് കഴുകണം. മഴ പെയ്ത് കഴുകി പിന്നായിട്ട് കൊണ്ടുപോകോ? ഒരിക്കൽ പോയേ എന്നെ പിന്നായിട്ട് കൊണ്ടുപോകും. ഒരിക്കൽ പോയതല്ലേ. ഒരിക്കൽ കൂടെ കൊണ്ടുപോകും. ഇന്നലെ മോൻ ഇന്നലെ കൊണ്ടുപോകാൻ പിന്നാട്ടി കാറിന് ബൈക്ക് കൂടെ കാറിൽ പൈസ, ഡീസൽ പൈസ, പെട്രോൾ പൈസ. കാറ് പോണം. ബസ്സിൽ എൻ്റെ പൈസ ഇല്ല. ബസ്സിൽ പോണം. കോവിലൊന്നും കൊണ്ടുപോകുന്നേ. നിങ്ങൾ ചായ എവിടെ? ഞാൻ കുടിച്ചു. ഇതൊക്കെ എപ്പോ കുടിച്ചാ? ഞാൻ ഇപ്പം കുടിച്ചാ? ക്ലാസ് കഴിഞ്ഞ് ചോദിക്കാം. മഴയ്ക്ക് എപ്പം പോണം? ഇന്ന് ഏത് ദിവസം? ശനിയാഴ്ചയല്ലേ? ഞായർ, തിങ്കളാഴ്ച പോണം. തിങ്കളാഴ്ച പോണം. തിങ്കളാഴ്ച നമ്മുടെ വരും. എവിടെ വരും? ഇവിടെ ഈ വീട്ടിൽ വരണം. ഈ വീട്ടിൽ വരുമോ? മോൻ്റെ കൂടെ കെട്ടിന് പോണില്ലേ? തലക്ക് പിടിച്ചു കൊടുക്കോ? ഞാൻ പഠിച്ചു കൊടുക്കും. കെട്ടിന് പിടിച്ചു കൊടുക്കോ? ആരൊക്കെ പോണ പറഞ്ഞു കൊടുക്കടാ. നീ അച്ഛനോ? ഇവന് രണ്ടുപേരെ പോണം. യവനും യവന്റെ അച്ഛനും പോണം. അതാരാണ് യവന്റെ അച്ഛനാണ്? അതാരാണ് നിങ്ങടാ? എന്റെ മോൻ. ഓ, യു ആർ ലക്കി. സോ പറ. എന്റെ മോൻ. മോൻ. ഞാൻ അവന്റെ അമ്മ. അവന്റെ അമ്മ. അവന്റെ മോൻ. നീ തന്നെ 10 വട്ടം പറയും. റിപ്പീറ്റ് ചെയ്യൂ. എന്റെ മോനാണ്. എന്റെ മോനാണ്. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു എന്റെ മോൻ. മോനേ ഉള്ളു. ഓ, മോനെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇവിടെ താമസിക്കും. ഞാൻ ഇവിടെ താമസിക്കും. മോന്റെ പെണ്ണാര്? മോന്റെ വന്ന് നീ. ഓ, പേരെന്നെ വാക്കാത്ത മോൻ. മാറ്റൂല. എന്നെ മാറ്റൂലേ? മാറ്റൂല. പെർമനന്റ് പോസ്റ്റ്. ഒരു പെണ്ണും കൂടെ കൊണ്ടുവന്ന് ആ വീട്ടിൽ പറയുന്ന കേളന്നെ. ഒരു അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. ദാണ്ടെ അമ്മ, ഒരു പെണ്ണിനെയും കൂടെ കേട്ടു. ആരടിക്കും? ഞാൻ അടിക്കൂല. നിങ്ങളടിക്കണ്ട. ചുമ്മാരടി. അമ്മ, ഞാൻ പറയുന്ന കേളന്നേ. ഈ പെണ്ണ് ഈ വീട്ടിൽ വേണ്ട നോക്ക്. ഒരു പെണ്ണ് ഒരു കല്യാണവും കൂടെ ഒരു വിവാഹവും കൂടെ കഴിച്ചിട്ട് ഞാൻ പറയുന്ന ഫുള്ള് കേള്. വേണ്ട നിങ്ങളവിടെ നിങ്ങളെ മുറിക്ക് 4 വേണ്ട, എനിക്ക് 2 മതി. പറയുന്ന ഫുള്ള കേള്. നിങ്ങളുടെ മുറിയിൽ ഫുള്ളാ കേക്ക്. നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണ്ട. അത് കുഴപ്പമില്ല. ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്. തുണി കഴുകാൻ ഒരാൾ വേണം, തൂത്തു വാരാൻ ഒരാൾ വേണം. ഏത് പെണ്ടാടി? മാറിയെങ്കിൽ അവര് വന്ന് ഈ പെണ്ണിന്റെ അമ്മ അറിയാണെങ്കിൽ അവര് വന്ന് അടിക്കും. അവരെ അറിയിക്കണ്ട. അങ്ങനെയൊന്നും വേണ്ട. അതെന്തോ? അത് അങ്ങനെ ആകുമ്പോ അവര് വന്ന് നമ്മളെ കൊല്ലും. അമ്മ, ഒരു പെണ്ണ് നിങ്ങൾ വന്ന് നിങ്ങളെ ചിലപ്പോ പൊന്നൂരെ നോക്കിയാലോ? അങ്ങനെയാണ്. അങ്ങനെ എല്ലായിടത്തും ആദ്യമൊക്കെ പെണ്ണിനെ രണ്ടാമത് ഒരു പെണ്ണ് കൊണ്ടുവന്ന ആ പെണ്ണ് വന്ന് നമ്മളെ കൊല്ലും. അപ്പൊ അറിയാം വേറെ വന്ന് വാങ്ങിച്ച് പിടിക്കും. വേണ്ട, ഇതിനകത്ത് വേണ്ട. അമ്മ, നിങ്ങളെ ചിലപ്പോ പൊന്നുപോലെ നോക്കും. വേണ്ട.
വേണ്ട നിന്റെ അമ്മ അറിയാമെങ്കിൽ എന്നെ ഒന്ന് കൊല്ലും എന്നെ അടിച്ചു വേണ്ട അവളെ അമ്മ അറിയുന്നതാണ് പ്രശ്നം. അങ്ങനെ മാറ്റണ്ട ഇത് മതി ഇത് ഉറപ്പിച്ച് ഇത് ഫിക്സ്ഡ്. അപ്പൊ പെർമനന്റ് പോസ്റ്റ്. അപ്പൊ ഇനി അത് കെട്ടിയെങ്കിൽ അതാണ് പറ്റിപ്പോയത്. അവര് കെട്ടിച്ചയച്ച അവര് തനി കരുത്ത് കിടക്കണം. ബക്കറ്റ് കരി കൊണ്ട് വെള്ളം കൂടെ കൊല്ലില്ല. അടപ്പ് കിടന്നു നീ ഒരു പാവാടയെ കൊഞ്ചെന്ന് വരുന്നാക്കി കൊഞ്ചെന്ന്. അപ്പൊ പിന്നെ ഈ വാഞ്ചി വന്നത് ഇവിടെ ഈ ഉള്ള നൈറ്റി പാവാടയൊക്കെ ഇത് എൻ്റെ കൂടെ പാവാടയില്ലേ? ഇതിന്റെ കൂടെ പാവാടയില്ലേ? എന്ത് നന്നീര് പാവാട ആരും ഉടുപ്പിന്റെ പാവാടയില്ല. ചുമപ്പല്ലേ? അപ്പൊ ചുമപ്പിന്റെ ചുമന്ന പാവാടയല്ലേ വേണ്ട? ചുവന്ന പാവാടയില്ല. ഇത് അതിനിപ്പോ അത് കുടിക്കേ. ആരിതൊക്കെ അറിയാൻ പോണത്? ചുവന്ന പാവാടയില്ല, ചുവന്ന പാവാടയില്ല, ഒന്നുമില്ല. ദീപാവലി 2 നമ്മള് രാത്രി പോകും. രാത്രി പിന്നോട്ട് പോകാൻ പറ്റും. പിന്നാട്ടോ മോന്റെ പറയാത്തത്? മോൻ്റെ പറഞ്ഞതൊക്കെ കേക്കണില്ലേ? ആ കറിലേക്ക് കൊണ്ടുപോയി ഈ 2 പിള്ളേരും കൊണ്ടല്ലേ കാര്യം കാണാൻ സൂയിപ്പിക്കാണ്. പിന്നോട്ട് പോകാൻ മോന്റെ ചോദിച്ചു അതുകൊണ്ട് നിക്കല്ലേ മോനെ പിന്നോട്ട് പോവാം. എന്തോ പിന്നോട്ട് പോവാം. പോണില്ല. ഒന്നുകൂടെ പൊന്നു മോനെ പിന്നാട്ട് പോവാന്ന് വിളി. പൊന്നു മോനെ പിന്നോട്ട് പോവാം. പൊന്നില്ല യാത് കാലത്ത് ഞാൻ പെറ്റ എന്റെ മോനെ പിന്നാട്ട് പോവാമോന്ന് ചോദിച്ചു. എന്റെ മോനെ പിന്നോട്ട് അതില് അത് വന്നില്ല, ഇത് മുദ്ര വന്നില്ല. ഞാൻ പെറ്റ എന്റെ മോനെ പിന്നാട്ട് പോവാമോന്ന് ചോദിച്ചു. ഞാൻ പറ്റ മോനെ എന്റെ മോനെ പിന്നോട്ട് പോവാം. സുധീഷ്ണ ഇനി പോവാൻ പറ്റൂല നീ പറയരുത്. പോവാന്ന് എസ് പറ. ഇതിൽ പറയുന്ന എന്തൊരു വേണം നിനക്ക്? ആട്ടോ വിളിച്ചു പോ. ആട്ടെ വിളിച്ച് പോവാന്ന്. ആട്ട പിടിച്ചു പോവാം. ഈ കാറിൽ പേ ചെയ്യാൻ പൈസ ഇല്ല. കാറിൽ പെട്രോൾ അടിക്കണ്ടേ? നിങ്ങളെ കമ്മലൂരി പണയം വെക്കാൻ തന്നെ നമുക്ക് പെട്രോൾ അടിക്കാം. പട്ടി പൊട്ടിച്ചല്ല, തന്നെ തള്ളിയിട്ട് കടിച്ചതല്ല. ചർച്ചകൾക്കൊടുവിൽ അവസാനം ഞങ്ങൾ പിന്നാട്ട് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ പിന്നാട്ട് പോകാനായിട്ട് അമ്മയെ സുന്ദരിയാക്കി നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി കുറച്ച് കലാപരിപാടികളും കൂടി ഉണ്ട്. പണ്ടത്തെ ചാന്തുപുട്ടാണ് നമുക്ക് ഇതാണ് ഇഷ്ടം. ഇവിടെ ആരും യൂസ് ചെയ്യൂല, പക്ഷെ അവർക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇതൊരു മണം. ഭയങ്കര 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 ഇന്ന് അമ്മയ്ക്ക് വേറൊരു പുതിയ സാരിയാണേ എടുത്തത്. ഇതും ഇതുവരേക്കും കൊടുത്തിട്ടില്ല, അലമാരിയിൽ നിന്നിരുന്നതാ. ഇതിനകത്ത് മറ്റേ പ്രൈസ് ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് ഇപ്പോൾ അതിന് ഇളക്കി കളഞ്ഞത്. ഹലോ, സത്യമായിട്ട് ഇവിടെ 6 മണി ആയിട്ടുള്ളൂ. ട്രിവാൻഡ്രം 6 മണിയാണ്. പക്ഷെ കണ്ടോ, ഭയങ്കര ഇരുട്ട്. മഴയുടെ ആ ഒരു ഇതാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അമ്മയുടെ ആഗ്രഹം മാതിരി പിന്നാട്ട് ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. പിന്നാട്ട് പോണ വീഡിയോ വാട്സപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ അതെ, ഇപ്പൊ പ്രാവശ്യം നമ്മൾ മലയ്ക്ക് പോകുന്നുണ്ടേ. മലയ്ക്ക് പോകുന്നത് നമ്മൾ ദീപാവലിയുടെ അന്ന് വൈകുന്നേരം മലയ്ക്ക് പോവുകയാണ്. ചേട്ടനും നന്ദപ്പനും, കുഞ്ഞമ്മ എന്ന് പറയാൻ വന്നതാ. ചേട്ടൻ നന്ദപ്പനുമായിട്ട് മലയ്ക്ക് പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ അനുവാദം വാങ്ങണം, അല്ലെങ്കിൽ കാണണം എന്നൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുടുംബക്ഷേത്രം. അപ്പോൾ അമ്മ ഇറങ്ങി ഫോൺ അച്ഛമ്മയും ചേട്ടനെടുത്തു. അച്ഛനറിഞ്ഞ് പിന്നെ കാടെടുത്ത് പിന്നെ കുടുത്തിട്ട് ഒന്നും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളെ ഇരുപടി പോകാനാണ്. ഇനിയൊന്ന് പറഞ്ഞോട്ടോ. അപ്പോൾ അതെ, ക്ഷേത്രത്തിലോട്ട് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പോണ വഴിക്ക് വിശേഷങ്ങൾ കാണാം.
കുറേ ഉണ്ട് പറയാനായിട്ടൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഇതിനായിട്ടും കണ്ടുപിടിക്കാൻ കരുതി. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാരണം ഇവിടെ ഇത്തിരി കുണ്ടും കുഴിയോ നാളെ കുഴികളുണ്ടില്ലേ, കുണ്ടും കുഴിയോ നിറഞ്ഞ റോഡാണ്. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നല്ല ഇതാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മണ്ണതൽ കഴിഞ്ഞിട്ട് വരാം. എവിടെ എല്ലാം അമ്മ എവിടെ പോണാ അമ്മ എവിടെ പോണെന്ന് എവിടെ പോണാ എന്നോട് ചോദിക്കണം. എവിടെ പോണാ അതാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ പോവാനാണ് ഇപ്പൊ നമ്മള് പോണത്? ഇല്ലേ എവിടെ പോണോന്നാണ് പറഞ്ഞത്? അമ്മ നിങ്ങൾ എവിടെ പോണോന്നാണ് പറഞ്ഞത്? ഏത് കോവിലില്? അപ്പൊ അവിടെ തന്നെ പോണത്. ഇപ്പൊ ഓർമ്മ വന്നാ? അപ്പൊ ഇത്ര നേരം എവിടെ ഇരുന്ന്? ഇപ്പൊ ഇത്ര നേരം വീട്ടിൽ നിന്നേ ഉള്ളു, ഇടയ്ക്ക് വന്നില്ലായിരുന്നു. എന്തൊക്കെയോ പറയണ. ഇപ്പൊ ഈ സ്ഥലം ഓർമ്മയുണ്ടോ? പിന്നെയും ഇത് ഏത് സ്ഥലം? ഇത് ഉള്ളൂരോ? ഇതാണോ ഉള്ളൂര്? 900 അടി. ഇത് മണ്ണന്തല. ഇതെവിടെ? മണ്ണന്തല. നമ്മളിപ്പോ പെട്രോൾ അടിക്കാൻ കയറിയേ. ഇത് പെട്രോൾ പമ്പാണ്, അറിയാമോ അമ്മ? നമ്മള് വണ്ടിയൊക്കെ ഓടണമെങ്കിലേ നമുക്ക് വണ്ടിയില് പെട്രോൾ കൊടുക്കണ്ടേ? ആ പെട്രോൾ അടിക്കാനാണ് ഇപ്പൊ കയറിയ. പാട്. ഇതാണ് വീഡിയോ എടുക്കാതെ, വീഡിയോ എടുത്താൽ പാടൂല. അമ്മ പെട്രോൾ അടിച്ചു. ഞാനേ അമ്മയ്ക്ക് പെട്രോൾ പമ്പിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇവളെന്തിനാ പറഞ്ഞു കൊടുത്തേന്ന്. ആക്ച്വലി അമ്മയ്ക്ക് പെട്രോൾ പമ്പ് ഇതൊന്നും അറിഞ്ഞുകൂടാ. അമ്മ എന്തിനകത്ത് കയറിയെന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ അതേപ്പം പറഞ്ഞു കൊടുത്തപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇങ്ങനെ പെട്രോൾ അടിച്ചാലാണ് വണ്ടി ഓടുന്നത്. അമ്മയ്ക്ക് പണ്ടത്തെ സൈക്കിൾ വരെ അറിയുള്ളൂ. അമ്മ സൈക്കിൾ വരെ എത്തിയുള്ളൂ. ബസ് അറിയാം കേട്ടോ, ബസ്സൊക്കെ അറിയാം. അമ്മ ബസ്സിൽ പോയിട്ടില്ലേ? അമ്മ നടന്നാ പോണേ. അമ്മ പണ്ട് ഗുളിക വാങ്ങാനായിട്ട് നമ്മുടെ കൊടപ്പനക്കുന്നിന്ന് പേരൂർക്കട ജംഗ്ഷൻ വഴി നടന്ന് ഹോസ്പിറ്റലിൽ പോയി അമ്മ ഗുളിക വാങ്ങും. ഒരുപാട് പേര് പറയും അമ്മ പേരൂർക്കട വഴി നടന്നു പോകുന്ന കണ്ടിട്ടുണ്ടെന്ന്. നടന്നാ പോണേ. ബസ്സിനൊന്നും 1 രൂപയും കൊടുക്കൂലേ ശോഭന നടന്നേ പോവുള്ളൂ. ഇപ്പോഴും നടക്കാൻ കൊണ്ട് കളഞ്ഞാൽ മതി, വിട്ടങ്ങ് പോവും. അങ്ങനെയല്ലേ നമ്മളിപ്പോ ഈ ഇടയ്ക്ക് സൂചിയുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയേ, ഒറ്റക്കിറങ്ങി അങ്ങ് പോവും. അമ്മ ഒരു പാട്ട് പാടിയേ. ഇങ്ങോട്ട് വാ, ഒരു പാട്ട് പാടിയേ. അമ്മ അച്ചാമ്മയും ചെറുമോളും ചെമ്പരിക്ക. ആ പാട്ടാണോ?